ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മളെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് കേട്ടോ. ഇത് അവരുടെ കല്യാണ സദ്യകളിലൊക്കെ വിളമ്പുന്ന ഒരു പ്രധാനപ്പെട്ട കറിയാണ് ഈ മാങ്ങാക്കറി. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കറി വെക്കാൻ എടുക്കുന്ന മാങ്ങ നല്ല പുളിയുള്ളതായിരിക്കണം. നല്ല പുളിയുള്ള മാങ്ങ ആണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള 2 മാങ്ങ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല വിളഞ്ഞ പച്ചമാങ്ങ നോക്കിയെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തൊലി മൊത്തത്തിൽ കളയണ്ട, അല്പം മാത്രം കളഞ്ഞാൽ മതി. എന്നിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഈ കറിയിലേക്ക് വേണ്ട മറ്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ സവാളയും ഇഞ്ചിയും പച്ചമുളകാണ്. വലിയൊരു സൈസ് സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമുക്കൊരു ചട്ടിയിലേക്ക് സവാളയും ഇഞ്ചിയും മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ അതേ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ അങ്ങ് കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാതിരിക്കാൻ മറക്കരുത്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഞെരടിയെടുക്കുക. അതായത് ഉള്ളി നന്നായിട്ട് ഉടയുന്ന രീതിയിൽ വേണം നന്നായിട്ട് ഞെരടിയെടുക്കാൻ. ഞെരടിയെടുത്തതിന് ശേഷം നമുക്ക് ആ മാങ്ങയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇതിലേക്ക് അങ്ങ് മിക്സാക്കി എടുക്കാം. മാങ്ങ ചേർത്ത് കഴിഞ്ഞ് ഒരുപാട് അങ്ങ് ഞെരടിയെടുക്കരുത്, മാങ്ങ അങ്ങ് ചതഞ്ഞ പോലെ ആയിപ്പോവും. അപ്പം മസാലയുടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കണം. അതിനുശേഷം നമുക്ക് കറി വെക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ കറി വെക്കാൻ വേണ്ടി ആദ്യം ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും മാറ്റി വെക്കുക. അപ്പോൾ ആദ്യം 2-ാം പാലിൽ നമുക്കിത് വേവിച്ചെടുക്കാം. 2-ാം പാൽ ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് മീഡിയത്തിലോട്ടാക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് മാങ്ങ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാതെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ നല്ല പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-ാം പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2-3 തിള വന്നാൽ മതി കേട്ടോ. 2-3 തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിയുമ്പം അത് തണുക്കും തോറും കറി കുറുകി വന്നോളും. നമ്മൾ ഒരുപാടങ്ങ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1-2 തിള തിളച്ചിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഈ കറിയിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിനുവേണ്ടി ചൂടായ പാത്രത്തിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയെല്ലാം വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം. അപ്പം ചെറിയ ഉള്ളി എടുക്കാനുള്ള മടി കാരണം സവാള എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞോട്ട് സവാളയും അതിലേക്ക് 3-4 വറ്റൽമുളക് പൊട്ടിച്ചിട്ടതും പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.